ഇത്രയും രുചിയുള്ള ഒരു സ്വീറ്റ് ഇതിനു മുൻപ് കഴിച്ചിട്ടുണ്ടോ? വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ക്യാരറ്റ് റബഡി റെസിപ്പി നോക്കിയാലോ? ആദ്യം തന്നെ 2 ക്യാരറ്റ് എടുത്ത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായി ഒന്ന് മുറിച്ചെടുക്കാം. ഇതൊരു മിക്സിയുടെ ജാറിലേക്കിട്ട് അതിലൂടെ 1/4 കപ്പ് പാലും കൂടി ചേർത്ത് നല്ല പേസ്റ്റ് പരുവത്തിൽ അടിച്ചെടുക്കണം. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഈ ക്യാരറ്റ് പേസ്റ്റ് ഒഴിക്കാം. കൂടെ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് ക്യാരറ്റിന്റെ ആ ഒരു പച്ചമണം മാറുന്നതുവരെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1 നുള്ളു ഉപ്പും 1/4 കപ്പ് പാലും കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. പഞ്ചസാരയൊക്കെ മെൽറ്റായി വരുമ്പോൾ 1/2 കപ്പ് വറുത്ത റവ ഇതിലേക്ക് കുറച്ചായി ചേർത്ത് കൊടുക്കാം. കട്ടകെട്ടാതെ ഇളക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. റവയൊക്കെ വെന്ത് ഇതൊരു ഡോ പരുവത്തിൽ പാനിൽ നിന്നും വിട്ടുവരുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യാം. കൈയിൽ അല്പം നെയ്യോ എണ്ണയോ തടവി ഇതിൽ നിന്നും ചെറിയ ബോളുകൾ തയ്യാറാക്കിയെടുക്കാം. ഈ ബോളുകൾ വേണമെങ്കിൽ നേരിട്ട് റബഡിയിൽ ചേർക്കാം. അതല്ലെങ്കിൽ ഒരു 3-4 മിനിറ്റ് ആവിയിൽ വേവിച്ചെടുത്താൽ ഇത് റബഡിയിലിടുമ്പോൾ പൊടിഞ്ഞുപോകില്ല. ഇനി നമുക്ക് റബഡി തയ്യാറാക്കാം. അതിനായി 1/2 ലിറ്റർ പാലിലേക്ക് 1/2 കപ്പ് മിൽക്ക് മെയ്ഡും 1 ഏലക്കയും 1 നുള്ളു ഉപ്പും ചേർത്ത് നന്നായി ചൂടാക്കാം. പാലൊന്ന് തിളച്ചുവരുമ്പോൾ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ അല്പം പാലിൽ കലക്കി ഇതിലേക്ക് ഒഴിച്ചുകൊടുക്കാം. ഇതൊന്ന് കുറുകിവരുമ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ച ക്യാരറ്റ് ബോളുകൾ ഇതിലേക്ക് ഓരോന്നായി ചേർക്കാം. ഒന്ന് മിക്സ് ചെയ്ത ശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് 10 മിനിറ്റ് അടച്ചുവെക്കാം. മുകളിൽ കുറച്ച് പിസ്തയും ബദാമുമൊക്കെ ഇട്ട് ചൂടോടെയോ അതല്ലെങ്കിൽ തണുപ്പിച്ചോ വിളമ്പാം. നമ്മുടെ സ്പെഷ്യൽ ക്യാരറ്റ് റബഡി ഇവിടെ റെഡി.